ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കുന്ന മൂന്നാമത്തെ സംസ്ഥാനമാണ് അസം. ഇതിനു മുമ്പ് പാസ്സാക്കിയത് ഉത്തരാഖണ്ഡും ഗുജറാത്തിനും ശേഷമാണ് അസമിൽ ഈ ഒരു നിയമം പാസ്സാക്കുന്നത്. ഇതിന്റെ ഒപ്പം തന്നെ ഒരുപാട് നിയമവ്യവസ്ഥകളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ഒരു മതാചാരത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു മതാചാരത്തിനെതിരായിട്ടോ പാസ്സാക്കുന്നതല്ല. ഇന്ത്യ എന്ന രാജ്യത്തെ എല്ലാവർക്കും എല്ലാ സംസ്ഥാനത്തിനും ഈ ഒരു നിയമം ശരിക്കും പാസ്സാക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ 3 സംസ്ഥാനത്തിന് മാത്രമാണ് ഏകീകൃത സിവിൽ കോഡ് എന്ന ഒരു യൂണിഫോം നിയമം പാസ്സാക്കിയിരിക്കുന്നത്. ഗുജറാത്തിനും അതേപോലെ ഉത്തരാഖണ്ഡിലും ഇപ്പോൾ അസമിൽ കഴിഞ്ഞ ബുധനാഴ്ചയാണ് അസമിൽ പാസ്സാക്കിയത്. ലിവ് ഇൻ റിലേഷൻഷിപ്പിന് ഒരു രജിസ്ട്രേഷനും അതേപോലെ തന്നെ ദ്വിഭാര്യത്വം, അതായത് ഒരു ഭാര്യ അല്ലാതെ ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ വിവാഹം കഴിക്കണമെങ്കിൽ നിയമം അനുസരിച്ച് ഡിവോഴ്സ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് മറ്റൊരു വിവാഹബന്ധം സ്ഥാപിക്കാനാണ്. അല്ലാതെ ഒരു ഭാര്യയുണ്ട് നിലവിൽ, മറ്റൊരു ഭാര്യ പിന്നെയും അങ്ങനെ 1, 2, 3, 4, 5 അങ്ങനെ ഇനി അസമിൽ നടക്കുകയില്ല. ഓൾറെഡി ഇത് ഉത്തരാഖണ്ഡിലും ഗുജറാത്തിലും ഇത് നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് അസമില് ഇതിന്റെ ഒരു കാര്യം എന്നത് കൂടി നമുക്ക് ചർച്ച ചെയ്യാം. 5 ദിവസത്തെ നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസം ചർച്ചയ്ക്ക് വന്ന വിവാദ ബില്ലാണ് UCC ഏകീകൃത സിവിൽ കോഡ് ബില്ല്. കൂടുതൽ ചർച്ചയ്ക്കായി സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടും ഈ ബില്ല് പാസാക്കി. ഇതാണ് വലിയൊരു വിവാദമായിട്ട് പ്രതിപക്ഷം താങ്ങി നടക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരുന്നത്. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഒരു ബില്ല് പാസാക്കിയത്. BJP സർക്കാർ തിങ്കളാഴ്ച ബില്ല് അവതരിപ്പിക്കുകയും ബഹുഭാര്യത്വം നിരോധിക്കാനും ലിവ് ഇൻ ബന്ധങ്ങളുടെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് നിർദ്ദിഷ്ട നിയമം. ഈ നിയമത്തിൽ ആർക്കാണ് ഇത്ര അസഹിഷ്ണുത? ഇത് പാസാക്കിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പ്രതിപക്ഷം എന്തിനാണ് ഇത്രമാത്രം ഈ ഒരു ബില്ലിനെ എതിർക്കുന്നത്? എന്തിനാണ് ഈ ബില്ലിനെ പേടിക്കുന്നത്? CJP എന്നൊരു സംഘടന അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ മാനിഫെസ്റ്റോസ് ഒക്കെ പറഞ്ഞപ്പോൾ ഒരു പറ്റം ആളുകൾ എതിർത്ത് സംസാരിച്ചപ്പോൾ എന്തിനാണ് നിങ്ങൾ ഈ ഒരു നിസ്സാരമായ പാർട്ടിയെ പേടിക്കുന്നതെന്ന് ചോദിച്ചതുപോലെ നമുക്കും ചോദിക്കാമല്ലോ. എന്തുകൊണ്ടാണ് ഈ ഒരു UCC ബില്ലിനെ നിങ്ങൾ ഇത്രമാത്രം എതിർക്കുന്നത്? ഒരു രാജ്യത്ത് ഒരൊറ്റ ഏകീകൃത ബില്ല് അത് കൊണ്ടുവന്നാൽ, ഒരൊറ്റ നിയമം കൊണ്ടുവന്നാൽ ആർക്കാണ് ഇത്രമാത്രം അസഹിഷ്ണുത? ബഹുഭാര്യത്വം നിരോധിക്കുന്ന ഇത്ര വലിയ തെറ്റാണോ? കാരണം ഒരു ഭാര്യ നിലവിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ മറ്റൊരു റിലേഷൻഷിപ്പിലാകുക, അത് മറ്റൊരു വിവാഹം കഴിക്കുക, അത് 1 ആകുക, 2 ആകുക, 3 ആകുക, ഇങ്ങനെയെല്ലാം പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒരു ആൾക്ക് ഒരു ഭാര്യ, അതാണ്. പ്രത്യേക ഒരു മതത്തിന് ഇത്രയൊക്കെ നിയമങ്ങളുണ്ട്. പക്ഷേ ആ ഒരു മതത്തിനെ ഗണ്ണിക്കുന്നത് പോലെയാണ് ഈ ഒരു നിയമം എന്നൊക്കെയാണ് അവരുടെ വാക്കുകളും അവരുടെ വാദങ്ങളും. പക്ഷേ ഒരു രാജ്യം എന്ന നിലയ്ക്ക് ആ രാജ്യത്ത് ആ നിയമസംഹിത നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തുള്ള എല്ലാവരും, എല്ലാ മനുഷ്യന്മാരും അല്ലാതെ എല്ലാ പൗരന്മാരും ആ ഒരു നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ഈ ഒരു നിയമത്തെ എതിർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സ്ഥലത്ത് നിങ്ങൾക്ക് പോകാമല്ലോ. UCC ബില്ലിനെ ഇങ്ങനെ എതിർക്കാൻ മാത്രം, ഇത്ര അസഹിഷ്ണുത പരത്താൻ മാത്രം ഇതിൽ അത്ര വലിയ അപകടകാരികളൊന്നുമില്ല. നമുക്ക് എന്താണ് ഈ ഒരു ബില്ല് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം, ഈ ബില്ലിൽ എന്താണ് കൂടുതൽ എന്ന് നമുക്കൊന്ന് നോക്കാം. അസമിൽ താമസിക്കുന്ന പട്ടികവർഗക്കാർക്ക് ഇത് ബാധകമല്ലെന്ന് ബില്ല് പറയുന്നുണ്ട്. ബഹുഭാര്യത്വത്തിനോ അല്ലെങ്കിൽ ബഹുഭാര്യത്വം നടത്തി കഴിഞ്ഞാൽ 7 വർഷം വരെ തടവ് നിർബന്ധമാണ്. അതായത് ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ആ കഴിക്കുന്ന വ്യക്തിക്ക് 7 വർഷം തടവ് നിർബന്ധമാണ്. അതിന് ഏത് മതക്കാരായാലും ഏത് കമ്മ്യൂണിറ്റി ആയി കഴിഞ്ഞു കഴിഞ്ഞാലും. ലിവ് ഇൻ ബന്ധം രജിസ്റ്റർ ചെയ്യാത്തതിന് 3 മാസം വരെ തടവും ഉൾപ്പെടെയുള്ള നിരവധി ശിക്ഷാ നടപടികളും ഇത് നിർദ്ദേശിക്കുന്നു. ലിവ് ഇൻ റിലേഷൻഷിപ്പ് അത്ര വലിയ തെറ്റൊന്നുമല്ല. എന്നാൽ ഈ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ഇനി അസമിൽ തുടരണമെങ്കിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം. ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ കഴിയുന്ന 2 വ്യക്തികൾ, അവർക്കൊരു മൂന്നാമതൊരു കുട്ടിയുണ്ട്. കാരണം 2 പേരിൽ നിന്ന് മൂന്നാമതൊരാളായി കഴിയുമ്പോൾ ആ കുട്ടിക്ക് പിന്തുടർച്ച അവകാശം ലഭിക്കണമെങ്കിൽ അത് രജിസ്റ്റേർഡ് ആയിരിക്കണം. ആ ഒരു നിയമം പാസ്സാക്കുമ്പോൾ ഇത്രമാത്രം UCC ഈ ഒരു നിയമം ഉൾപ്പെടുത്തിയപ്പോൾ ഇത്രമാത്രം അസഹിഷ്ണുത പ്രതിപക്ഷത്തിന് എന്തിനാണുള്ളത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, റൈജോൾ ദൾ, ഓൾ ഇന്ത്യൻ തൃണമൂൽ കോൺഗ്രസ് എന്നിവയുൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ബില്ലിനെ ശക്തമായി എതിർത്തിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്നോ? ഈ തൃണമൂൽ കോൺഗ്രസിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും ഇപ്പോൾ ഉള്ളത് ഭൂരിഭാഗവും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1, 2, 3, 4 സ്വിച്ച് ഇട്ട പോലെ വിവാഹം കഴിക്കുന്ന ടീംസ് ആണ്. ആ സ്വിച്ച് ഇട്ട പോലെ വിവാഹം കഴിക്കുന്ന കുറച്ച് ടീംസിന് ഇതെല്ലാം അത്ര ദഹിക്കില്ല. അവർക്ക് വേണ്ടത് 2047 ഏതോ ഒരു രാജ്യം നമ്മന്റെ രാജ്യമാക്കുമെന്നൊക്കെ കുറച്ച് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നമ്മന്റെ ആക്കാനായിട്ട് മനക്കോട്ട കെട്ടി നടക്കുന്നവരെ കൂടെയാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടികൾ എല്ലാം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് അങ്ങ് നോർത്ത് ഇന്ത്യയിലെല്ലാം അടിപതറിയിരിക്കുന്നത്.
എത്ര വർഷമാണ് കോൺഗ്രസ് എന്ന പാർട്ടി ഇന്ത്യ ഭരിച്ചത്? പക്ഷേ ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനം എവിടെയാണ്? എത്ര സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്നുണ്ട്? എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇപ്പോൾ മൂലയ്ക്ക് കുറച്ച് മാത്രം കൈപ്പത്തി തെളിഞ്ഞിരിക്കുന്ന ഒരു ചിഹ്നമായി മാറിപ്പോയത്? ചിന്തിച്ചിട്ടുണ്ടോ? ഈ പ്രീണന മനോഭാവം അവർ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ തുടച്ചു നോക്കിയാൽ പോലും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് എന്നൊരു പാർട്ടി അധപതിക്കും. അതിന്റെ ഏറ്റവും വലിയ സൂചനയാണ്. കാരണം ദ്വിഭാര്യത്വം എന്നൊരു നിയമം, അത് ലംഘിക്കുന്ന ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രമാത്രം അസഹിഷ്ണുത ഇവർക്ക് എന്തിനാണ്? ഒരാൾക്ക് ഒരു ഭാര്യ പോരെ. ഇനിയിപ്പോ ആ ഒരു ഭാര്യനെ അല്ലെങ്കിൽ ഭർത്താവിനെ ആ ഒരു പങ്കാളിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് ഡിവോഴ്സ്, വിവാഹമോചനം നടത്തി മറ്റൊരു വിവാഹം കഴിക്കുന്നതല്ലേ അന്തസ്സ്. അല്ലാതെ ഒരു ഭാര്യയുണ്ട്, രണ്ടാമത്തെ ഒരു ഭാര്യ, മൂന്നാമത്തെ ഒരു ഭാര്യ, എന്തിനാണ് അങ്ങനെ? അതായത് എനിക്ക് ഇത്ര കുട്ടികളുണ്ടെന്ന് പറഞ്ഞ പോലെ എനിക്ക് ഇത്ര ഭാര്യയുണ്ടെന്ന് അഭിമാനിക്കാൻ പാകത്തിന് ഉള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറേണ്ട കാര്യമില്ലല്ലോ. എന്നാലും അസമിന് അങ്ങനത്തെ ഒരു ആവശ്യമില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ബഹുഭാര്യത്വം എന്നൊരു കാര്യം അവർ നിരോധിച്ചത്. ഇനി അത് ലംഘിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 7 വർഷം വരെ തടവ് ശിക്ഷ അവർക്ക് ലഭിക്കുന്നതുമാണ്. എന്ത് തന്നെയാണെങ്കിലും ഇതിനെയാണ് തൃണമൂൽ കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എല്ലാവരും കട്ടയ്ക്ക് എതിർക്കുന്നത്. ഇവരുടെയൊക്കെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് ഈ ബില്ല് ബുധനാഴ്ച പാസാക്കിയത്. നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി വിവാഹങ്ങളുടെയും വിവാഹമോചനങ്ങളുടെയും നിർബന്ധിത രജിസ്ട്രേഷൻ ബിൽ നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ മനസ്സിലായോ? കാരണം വിവാഹമോചനം ആവശ്യപ്പെടണമെങ്കിൽ വിവാഹം രജിസ്റ്റേർഡ് ആയിരിക്കണം. രജിസ്റ്റേർഡ് അല്ലാത്ത ഒരു വിവാഹത്തിന് ഇപ്പോൾ ഒരു പങ്കാളിൽ നിന്ന് വളരെ മോശമായ അനുഭവം നേരിട്ടിട്ടുണ്ട്. ശാരീരികമായ പീഡനം, മാനസികമായ പീഡനം നേരിട്ടിട്ടുണ്ട്. തങ്ങൾക്ക് ഇത് വിവാഹമോചനം നടത്തണം. എല്ലാ മതക്കാർക്കും മൊഴി ചൊല്ലിയല്ല വിവാഹമോചനം നടത്തുന്നത്, അതറിയാമല്ലോ. ഈ മൊഴി ചൊല്ലലൊക്കെ അങ്ങ് മാറ്റി നിർത്തി വിവാഹമോചനം എങ്ങനെയാണോ, അതായത് നിയമ വഴി എങ്ങനെയാണോ സ്ഥാപിക്കുക അങ്ങനെ തന്നെ നടപ്പാക്കാനാണ് ഈ ഒരു നിയമം ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഇണകൾക്ക് ജീവനാംശം, അനന്തരാവകാശം, മറ്റ് നിയമപരമായ പരിരക്ഷകൾ എന്നിവ ഉറപ്പാക്കാൻ സഹായിക്കുമെന്ന് സർക്കാർ പറയുന്നു. ഇപ്പോൾ കുട്ടികൾക്കുള്ള സ്വത്തവകാശം അതെല്ലാം ഇതിലൂടെ നിഷ്പ്രയാസം ലഭിക്കുന്നതാണ്. ഇനി ഇതിന്റെയൊക്കെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ അനുഭവിക്കുന്ന, അതായത് ഇതിന്റെ പുറകെ ഒരുപാട് നാള് കോടതി കയറി ഇറങ്ങുന്നവരോട് ചോദിച്ചാൽ മനസ്സിലാകും ഈ നിയമത്തിന്റെയൊക്കെ ആവശ്യകത എന്താണെന്നുള്ളത്. ഇതെല്ലാം കോൺഗ്രസ്സുകാർക്ക് അറിയാത്തതൊന്നും അല്ലല്ലോ. പണ്ട് നെഹ്റു പറഞ്ഞിട്ട് ചത്ത കുതിരയെ പോലെയാണ് മുസ്ലിം ലീഗ് എന്ന്. പക്ഷെ ഇപ്പോൾ ആ ചത്ത കുതിരയുടെ തോളത്ത് കയറി രാജ്യം മൊത്തം വെട്ടിപ്പിടിക്കാൻ വേണ്ടി നടക്കുകയാണ്, അല്ലെങ്കിൽ പരിശ്രമിക്കുകയാണ് നമ്മളുടെ കോൺഗ്രസും പ്രതിപക്ഷ നേതാവും. ആരാന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രീണന ഭാവം തന്നെ ആ ഒരു നിലയിലേക്ക് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇന്ത്യ സഖ്യം എന്തുകൊണ്ടോ ഈ ഒരു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് പൊട്ടിപ്പാളിസായി. ഇന്ത്യ സഖ്യത്തിൽ ശക്തമായി നിന്നിരുന്ന DMK, അതായത് സ്റ്റാലിനും മമതാ ബാനർജി, തൃണമൂൽ കോൺഗ്രസും എല്ലാം തകർന്ന് തരിപ്പണമായി പോയിരിക്കുന്നു. ഇപ്പോൾ തൃണമൂലിന്റെ അവസ്ഥ വളരെ വളരെ പരിതാപകരമാണ്. എന്തായാലും ഇനി തൃണമൂലിന് വലിയ ഭാവിയൊന്നും ഇല്ലാതെ കൊണ്ട് CJP പാർട്ടിയെ പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മമതാ ബാനർജി. ഇനി എന്താവെന്ന് കണ്ടു തന്നെ അറിയണം. ഇനി രണ്ടാമത് ഈ ഒരു നിയമത്തിന്റെ പാരമ്പര്യ നിയമങ്ങൾ എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. പരിഷ്കാരം. സ്വത്തിന്റെ നീതിയുക്തവും തുല്യവുമായ വിതരണം ഉറപ്പാക്കുന്നതിനെ പിന്തുടർച്ചാവകാശ നിയമങ്ങൾ നവീകരിക്കാൻ UCC ശ്രമിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. എന്തൊക്കെയാണ് ഈ ഒരു പരിഷ്കരണം കൂടി നോക്കാം. അനന്തരാവകാശത്തിന് ഏകീകൃത നിയമങ്ങൾ ഇത് അവതരിപ്പിക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ താമസക്കാർക്കും സ്വത്തുക്കളുടെ കൈമാറ്റം നീതിപൂർവ്വം കൈകാര്യം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. നിർദ്ദിഷ്ട നിയമപ്രകാരം മരണപ്പെട്ടയാളുടെ ജീവിത പങ്കാളി, കുട്ടികൾ, മാതാപിതാക്കൾ എന്നിവരുൾപ്പെടെ അവകാശികൾക്കിടയിൽ ഒരു ഏകീകൃതവും ലിംഗതുല്യവുമായ മുൻഗണനാ ക്രമം പിന്തുടരുന്നതാണ് മരണാനന്തര പിന്തുടർച്ച. ഈ ഒരു നിയമത്തെ എന്തിനാണ് ഇവർ എതിർക്കുന്നത്? കാരണം ഒരു പങ്കാളി മരിച്ചുപോയി, ആ പങ്കാളിയുടെ ജീവിത പങ്കാളിക്കോ കുട്ടികൾക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ അവരുടെ സ്വത്തിന്റെ അവകാശം ലിംഗവ്യത്യാസമില്ലാതെ കൊടുക്കുന്നതിനെ എന്തിനാണ് ഇവർ ഇത്രമാത്രം എതിർക്കുന്നത്? ഒരൊറ്റ UCC എന്നൊരു ബില്ലിനെ ഇവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് വിവാഹം, ബഹുഭാര്യത്വം എന്നൊരു കാര്യം മാത്രമാണെന്നാണ്. എന്നാൽ ബഹുഭാര്യത്വം മാത്രമല്ല UCC. ഒരു രാജ്യത്തെ നിയമസംഹിത അനുശാസിക്കുന്ന പോലെ എല്ലാ ആളുകളും ജീവിക്കുക, അതാണ് UCC ഏകീകൃത സിവിൽ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ 1, 2, 3, 4, 5 ഭാര്യ വിവാഹം കഴിക്കലും നിരോധിക്കലും മാത്രമല്ല UCC. ഇങ്ങനെ നല്ല കാര്യങ്ങൾ കൂടിയാണ്. കാരണം നമുക്കറിയാം, മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്കാണ് അവകാശം. പക്ഷെ ആ അവകാശം പോലും അവർക്ക് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു നാടാണിത്. അങ്ങനെ ഒരു സ്ഥിതിക്ക് ആ ഒരു അവകാശം പറഞ്ഞു വെക്കപ്പെടുമ്പോൾ, അതായത് ഇങ്ങനെ ആയിരിക്കണം എന്നൊരു രൂപകൽപ്പന ചെയ്യപ്പെടുമ്പോൾ ഇതിൽ ആർക്കാണ് ഇത്രമാത്രം അമർഷം? എന്തിനാണ് പ്രതിപക്ഷം അമർഷപ്പെടുന്നത്? ബഹുഭാര്യത്വ നിരോധന നിയമം എന്നൊരു കാര്യം കൊണ്ട് മാത്രം ഇത്രയും നല്ല കാര്യങ്ങൾ നിങ്ങൾ അവഗണിക്കപ്പെടുമ്പോൾ നിങ്ങളാണ് ആളുകളുടെ മുന്നിൽ കോമാളികളാകുന്നത്. നിർദ്ദിഷ്ട നിയമപ്രകാരം 2023 ഭാരതീയ ന്യായ സംഹിത BNS സെക്ഷൻ 82 പ്രകാരം ദ്വിഭാര്യത്തിനും ബഹുഭാര്യത്തിനും 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. ഇനി 2006 ശൈശവ വിവാഹ നിരോധന പ്രകാരം
ശൈശവ വിവാഹവും സാധുവായ സമ്മതമില്ലാതെയുള്ള വിവാഹവും 2 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇനി UCCനെ അവഗണിച്ചുകൊണ്ട് ചൈൽഡ് വിവാഹം നടത്തിക്കഴിഞ്ഞാൽ, അതായത് ശൈശവ വിവാഹം നടത്തിക്കഴിഞ്ഞാൽ 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാനും സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ശൈശവ വിവാഹം ആര് നടത്താൻ പ്ലാൻ ചെയ്താലും അവർക്കെല്ലാം അസമിൽ പണി വരുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളൂ. ബലപ്രയോഗത്തിലൂടെയോ നിർബന്ധിച്ചോ മറച്ചു വെച്ചോ നടത്തുന്ന വഞ്ചനാപരമായ വിവാഹങ്ങൾക്ക് 7 വർഷം വരെ തടവും ശിക്ഷയും ലഭിക്കാവുന്നതാണ്. ഒരു പങ്കാളിയുടെ ഇഷ്ടമില്ലാതെ ഒരു വിവാഹം നടത്തുക, അവനെ അതിൽ മനഃപൂർവ്വം അല്ലെങ്കിൽ അവളെ അതിൽ മനഃപൂർവ്വം തളച്ചിടുക, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതായത് 7 വർഷം വരെ തടവും ശിക്ഷയും ലഭിക്കുന്നതാണ്. നിരോധിത ബന്ധങ്ങൾക്കുള്ളിൽ വിവാഹം കഴിക്കുന്നത് സാധുവായ ആചാരങ്ങൾ പ്രകാരം സംരക്ഷിക്കപ്പെടാത്തത് 6 മാസം വരെ തടവും 50,000 രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റങ്ങളായിരിക്കും. ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നിയമത്തെ എന്തിനാണ് വെറുതെ പ്രതിപക്ഷമൊക്കെ ഇത്രമാത്രം വെറുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇനി മറ്റ് ശിക്ഷകൾ കൂടി നമുക്ക് നോക്കാം. നിയമപരമായ വിവാഹമോചന നടപടിക്രമങ്ങൾ എന്താണെന്ന് ആദ്യമേ നമുക്ക് നോക്കാം. ആ ഒരു വിവാഹ മോചന നടപടിക്രമങ്ങൾ ലംഘിക്കുന്നതും നിയമവിരുദ്ധമായി വിവാഹമോചനം നടത്തുന്നതും 3 വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. വിവാഹമോചിതനായ വ്യക്തിയെ പുനർവിവാഹത്തിന് മുമ്പ് നിയമവിരുദ്ധമായ വ്യവസ്ഥകൾ പാലിക്കാൻ നിർബന്ധിക്കുന്നത് 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. വിവാഹമോ വിവാഹമോചനമോ 60 ദിവസത്തിനുള്ളിൽ മനഃപൂർവ്വം രജിസ്റ്റർ ചെയ്യാത്തതിന് 10,000 രൂപ പിഴ ചുമത്താനും ബിൽ നിർദ്ദേശിക്കുന്നു. മനസ്സിലായല്ലോ? വിവാഹം കഴിച്ചാലും വിവാഹമോചനത്തിനും ഇത്ര ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കാരണം വിവാഹമോചനം താല്പര്യമില്ലെങ്കിൽ ബന്ധം ഉപേക്ഷിച്ച് മറ്റൊരു പങ്കാളി തേടി പോവുകയല്ല വിവാഹമോചനം എന്ന് പറയുന്നത്. ഇവിടെ നിയമപരമായിട്ട് ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ആ ഒരു സംഭവത്തിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുക, അതായത് നിയമം വഴി മുന്നോട്ട് പോവുക. അല്ലാതെ മൊഴി ചൊല്ലുന്ന പോലെ മൊഴി ചൊല്ലിക്കഴിഞ്ഞിട്ട് മറ്റൊരു ഭാര്യയെ തേടി പോയി കഴിഞ്ഞാൽ 60 ദിവസത്തിനുള്ളിൽ മനഃപൂർവ്വം രജിസ്റ്റർ ചെയ്യാത്തതാണെങ്കിൽ 10,000 രൂപ പിഴ ചുമത്താനും ബിൽ നിർദ്ദേശിക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ സമയത്ത് വ്യാജമോ കെട്ടിച്ചമച്ചതോ ആയ രേഖകൾ സമർപ്പിച്ചാൽ 3 മാസം വരെ തടവോ 25,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുന്നതാണ്. എന്ത് തന്നെയാണെങ്കിൽ ശിക്ഷ ലഭിക്കും, അത് ഉറപ്പ് തന്നെയാണ്. അതുപോലെ 1 മാസത്തിനുള്ളിൽ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ബന്ധം രജിസ്റ്റർ ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നത് 3 മാസം വരെ തടവോ 10,000 രൂപ വരെ പിഴയോ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് വിവാഹത്തിന് മാത്രമല്ല, ലിവ് ഇൻ റിലേഷൻഷിപ്പ് രജിസ്റ്റർ ചെയ്യുന്ന, അതായത് 1 മാസം മുന്നേ എങ്കിലും നിങ്ങൾ ഈ ഒരു ലിവ് ഇൻ റിലേഷൻഷിപ്പ് രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പിഴയുണ്ട്. 10,000 രൂപ വരെ പിഴ നിങ്ങൾക്കും ലഭിക്കാൻ സാധ്യതയുണ്ട്. വസ്തുതകൾ മറച്ചുവെക്കുകയോ അത്തരം പ്രഖ്യാപനങ്ങളിൽ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്യുന്നത് 3 മാസം വരെ തടവും 25,000 രൂപ വരെ പിഴയും ലഭിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായല്ലോ? അതായത് കൃത്യമായതല്ലാത്ത തെറ്റായ രേഖകൾ കാണിച്ച് കബളിപ്പിക്കാനാണ് ശ്രമിച്ചതെങ്കിൽ അതിനും 25,000 രൂപ വരെ പിഴയും തടവും ലഭിക്കാൻ സാധ്യതയുണ്ട്. UCC പാസാക്കുന്ന 3ാമത്തെ സംസ്ഥാനമാണ് നമ്മളുടെ അസം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അവതരിപ്പിച്ച ബില്ല് 2024 ഫെബ്രുവരിയിലാണ് എവിടെ പാസ്സായത്? ഉത്തരാഖണ്ഡില് പാസ്സായത്. UCC ബില്ല് സംസ്ഥാന നിയമസഭയിൽ പാസ്സായത് 2024 ഫെബ്രുവരി 7-നാണ്. പക്ഷെ ഗവർണറുടെ അംഗീകാരം ലഭിച്ചത് 2024 ഫെബ്രുവരി 27-നാണ്. നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം നിങ്ങൾക്ക് അറിയണ്ടേ? 2025 ജനുവരി 27-ാം തീയതിയാണ് ഉത്തരാഖണ്ഡില് UCC എന്നൊരു നിയമം പ്രാബല്യത്തിൽ വന്നത്. കാരണം അവിടുത്തെ പ്രതിപക്ഷമെല്ലാം വളരെ ഇതുപോലെ തന്നെ എതിർത്തിരുന്നു. ആ എതിർപ്പിലേക്ക് അവഗണിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു നിയമങ്ങൾ പാസ്സായത്. പുഷ്കർ സിംഗ് ധാമിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഇത് കൊണ്ടുവന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഉത്തരാഖണ്ഡിലെ കാര്യമാണ് പറയുന്നത്. UCCയിൽ ഉൾപ്പെട്ട പ്രധാന കാര്യങ്ങൾ എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. എല്ലാ മതങ്ങൾക്കും ഒരേ വിവാഹമോചന നിയമങ്ങളായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു മൊഴി ചൊല്ലലും ഒന്നുമല്ല. വിവാഹം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ, അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ, എന്നാൽ വിവാഹമോചനവും ഒരേ നിയമം തന്നെയാണ്. അല്ലാതെ മൊഴി ചൊല്ലിയാൽ ഒന്നും വിവാഹമോചനമാവുകയില്ല. 2, ബഹുഭാര്യത്വ നിരോധനം. മനസ്സിലായാലോ? ഒന്നിൽ കൂടുതലുള്ള ഭാര്യ നമുക്കിനി വേണ്ട. ഒരാളെ വിവാഹം കഴിച്ചു, അയാളെ വേണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ട് മറ്റൊരു വിവാഹം കഴിക്കുക. അല്ലാതെ എനിക്ക് ഇത്ര 2 ഭാര്യയുണ്ട് 3 ഭാര്യയുണ്ട് ഒന്നും പറയല. ഇനി നടപടിയാവുന്ന ലക്ഷണമല്ല. 3ാമത്തെ ലിവ് ഇൻ റിലേഷൻഷിപ്പ് രജിസ്ട്രേഷൻ. നമ്മുടെ സെയിം മെത്തേഡ് തന്നെ. ഇതൊക്കെ പിൻവലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലംഘിച്ചു കഴിഞ്ഞാൽ ഇത്ര രൂപ പിഴയുണ്ട്, ഇത്ര മാസം തടവ് ശിക്ഷയുമുണ്ട്.
ഇത്രയും ഉള്ളൊരു കാര്യം. എന്നാൽ മറ്റൊരു പ്രധാന കാര്യം, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തെ ഈ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അവരുടെ ആ ഒരു വിഭാഗത്തെ നമ്മൾ എല്ലാം കൊണ്ടും ഈ ഒരു നിയമത്തിൽ നിന്നും നമ്മൾ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. കാരണം അവരുടെ ആ ഒരു സംരക്ഷണം നമുക്ക് വലിയ പ്രധാനമായത് കൊണ്ട് തന്നെയാണ് നമ്മൾ അവരെ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ളത്. എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശങ്ങൾ ഉറപ്പാക്കുക എന്നാണ് നിയമനിർമ്മാണത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ പറഞ്ഞു. അതേസമയം പ്രതിപക്ഷം ഇതിനെ മുസ്ലിം വിരുദ്ധമെന്ന് വിശേഷിപ്പിക്കുന്നു. തിരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാർ ഇത് അവതരിപ്പിച്ചതെന്നാണ് അവരൊക്കെ പറയുന്നത്. ഈ വർഷം മാർച്ചില് നിയമസഭയിൽ 7.5 മണിക്കൂർ നീണ്ട മാരത്തൺ ചർച്ചയ്ക്ക് ശേഷമാണ് UCC ബില്ല് പാസ്സാക്കിയത്. ഗുജറാത്ത് നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ സംസ്ഥാനം ഗുജറാത്ത് ആണെന്ന്. ഗുജറാത്തിലെ ഈ ഒരു അവകാശങ്ങൾ പാസ്സാക്കി കഴിഞ്ഞപ്പോൾ, ഈ ബില്ല് പാസ്സാക്കി കഴിഞ്ഞപ്പോൾ അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്: എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശങ്ങൾ ലഭിക്കുന്ന അല്ലെങ്കിൽ ഉറപ്പാക്കുക എന്നാണ് ഈ ഒരു നിയമനിർമ്മാണത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ പറഞ്ഞ വാക്കുകളാണിത്. പക്ഷെ പ്രതിപക്ഷം ഇതിനെ വിശേഷിപ്പിച്ചത് മുസ്ലിം വിരുദ്ധം എന്നാണ്. എങ്ങനെയാണ് ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന് എല്ലാ മതസ്ഥർക്കും ഒരൊറ്റ നിയമമാകുന്നത്? എങ്ങനെയാണ് മുസ്ലിം വിരുദ്ധമാകുന്നത്? അങ്ങനെയാണ് ഈ ക്രൈസ്തവ വിരുദ്ധം അവർ പറഞ്ഞു വരേണ്ടതല്ലേ? അങ്ങനെ അവർ പറഞ്ഞു വരാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ പ്രശ്നം എവിടെയാണെന്ന് നോക്കിയിട്ട് ഒരു രാജ്യത്തെ മുൻപന്തിയിലേക്ക് നയിക്കുക എന്നതാണ് ആ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ആ സംസ്ഥാനം നിയന്ത്രിക്കുന്ന ആളുടെ ഡ്യൂട്ടി. ആ ഡ്യൂട്ടി അയാൾ ചെയ്യുമ്പോൾ ആ ഡ്യൂട്ടിനെ മതപരമായിട്ട് കലർത്തിക്കൊണ്ട് സംസാരിക്കുന്നത് വളരെ വർഗീയപരമായിട്ടുള്ള ചിന്താഗതി തന്നെയാണെന്നാണ് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ബില്ല് അസംബ്ലിയിൽ പാസ്സാക്കി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു വാക്കുകളുണ്ട്: ഞങ്ങൾ ഇലക്ഷൻ സമയത്ത് പറഞ്ഞിരുന്ന ആദ്യത്തെ വാഗ്ദാനം ഞങ്ങൾ പാലിച്ചിരിക്കുന്നു എന്നാണ്. UCC സിവിൽ കോഡ് ഞങ്ങൾ പാസ്സാക്കിയത്. നമുക്കറിയാം ഇതിനു മുമ്പേ അസമിൽ പല ഇഷ്യൂസ് ഉണ്ട്. കാരണം അവിടുത്തെ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളാണ്. അവിടുത്തെ ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നത് മുസ്ലിംസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ അവകാശങ്ങളെ എന്തോ ചോദ്യം ചെയ്യുന്ന പോലെയാണ് UCC സിവിൽ കോഡ് കൊണ്ടുവരുമ്പോൾ വളരെ ഇഷ്യൂ ആണ്. നേരത്തെ NRC ആയിരുന്നു അവരുടെ വിഷയം. NRC കൊണ്ടുവന്നാൽ തന്നെ ഒരുപാട് ആൾക്കാരുടെ പൗരത്വം റദ്ദാക്കപ്പെട്ടു. കാരണം അപ്പോഴൊക്കെ പറഞ്ഞത് 1979 ശേഷം അവിടെ വന്ന് താമസിച്ചവരുടെ ആ രേഖകൾ അവർ കറക്റ്റായിട്ട് ഹാജരാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിൽക്കാവുന്നതാണ്. പക്ഷെ ഹാജരാക്കാത്ത പക്ഷം അവരവിടെ ഉള്ളതാണോ എന്ന് സംശയമുള്ളത് കൊണ്ടാണ് അവരുടെ പേരെല്ലാം ആ പട്ടികയിൽ നിന്ന് പുറത്തായത്. നമുക്കറിയാം NRC മുതൽ വളരെ ഇഷ്യൂ ഉണ്ടായ ഒരു സംസ്ഥാനമാണ് അസം എന്ന് പറയുന്നത്. ആ ഒരു അസമിലാണ് ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ബുധനാഴ്ച UCC പാസ്സാക്കിയത്. അതും പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പ്. തിങ്കളാഴ്ച ഈ ബില്ല് അവതരിപ്പിച്ചു. അതുകൊണ്ട് സെലക്ടീവ് കമ്മിറ്റിക്ക് കൊടുക്കാമെന്ന് നിർദ്ദേശം കഴിഞ്ഞപ്പോഴാണ് അവരുടെ സമ്മതമില്ലാതെയാണ് ഈ ബുധനാഴ്ച ഈ ഒരു ബില്ല് പാസ്സാക്കിയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പ്രതിപക്ഷം ഭയങ്കരമായിട്ട് അവിടെ കൊട്ടിഘോഷിക്കുന്നുണ്ട്. തെരുവിലിറങ്ങുമോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല. എന്ന് തന്നെയാണെങ്കിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഒരു നിയമം പാസ്സാക്കാൻ സാധിക്കട്ടെ. നമ്മുടെ കേരളത്തിലും UCC അതായത് CAA ഏകീകൃത സിവിൽ കോഡിന്റെ ഒരു 2019 ഒരു വേർഷൻ ആയിരുന്നു CAA. ആ ഒരു ബില്ല് പാസ്സാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ കോളിളക്കം സൃഷ്ടിച്ചാണ്. കേരളത്തിലെ പലയിടത്തും, അതായത് എറണാകുളം പോലെയുള്ള പല സ്ഥലങ്ങളിലും മറൈൻ ഡ്രൈവിലും എല്ലാം ഇവരുടെ റാലിയും ജാഥയും എല്ലാം നമ്മൾ കണ്ടതാണ്. ഇനി ഇത് എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം. ഇത് കേരളം ഉൾപ്പെടെ അതായത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഒരു UCC ഏകീകൃത സിവിൽ കോഡ് പാസ്സാകട്ടെ